ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ അല്ല, ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ഒരുപാട് ദൂരെ ഒരു കടലോരത്താണുള്ളത്. ഇവിടെ നല്ല വെയിലാണ്, നല്ല നട്ടുച്ച വെയിൽ, നല്ല ചൂടാണ്. എങ്കിലും കൂടി ഈ കടൽ തിരമാലി നോക്കി ഇങ്ങനെ നിൽക്കാൻ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. ഇങ്ങനെ കടൽ തിരമാലി നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മനസ്സിലേക്ക് വേറെ യാതൊരു ചിന്തയും വരില്ല. എനിക്ക് എത്രത്തോളം ഈ കടലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റും. എനിക്ക് അത്ര ഇഷ്ടമാണ് കടലിനോട്. ഞാനിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ കടലിനോടും യാത്രയോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഈ കടലിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വേറെ യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് നല്ലൊരു ഹാപ്പി ആയിട്ട് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നത്, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഒരു കടലോരത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നത് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അതല്ലാതെ ടൂറ് വന്നതോ കടൽ കാണാൻ വേണ്ടി വന്നതോ അല്ല, ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്നത് ബുള്ളറ്റിലാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴി, അതായത് തിരുവനന്തപുരം ടു പാലക്കാട് വരെ നമ്മൾ ബുള്ളറ്റിലാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ കാഴ്ചകളും അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിച്ച് പോവാണ്. ഇവിടെ മഴയൊന്നുമില്ല, അതുതന്നെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മുടെ യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇവിടെ മഴയില്ല. നമ്മുടെ പാലക്കാടൊക്കെ ഭയങ്കര മഴയാണ്, പക്ഷേ ഇവിടെ ഇല്ല, തിരുവനന്തപുരത്തില്ല. ഇവിടെ ഇന്നത്തെ ദിവസം നല്ല വെയിലാണ്, മഴയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ ലുലുവിൽ ഒന്ന് കയറിയിരുന്നു. ലുലുവിൽ കയറി ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നു. നമ്മൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ലുലു കാണാതെ പോകുന്നത് ഒരു നഷ്ടമാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു അടിപൊളി കാറ് കണ്ടു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ, അതായത് ഓരോ ബോർഡുകൾ കാണുമ്പോൾ, ഓരോ ജംഗ്ഷൻ എത്തിയാലും ബോർഡുകൾ കാണുമ്പോൾ ഇത് ഇന്നതാണ് ജംഗ്ഷൻ, ഇന്ന ജംഗ്ഷനാണെന്ന് മനസ്സിലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് വീഡിയോ കണ്ട് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ആ സ്ഥലം ഏതാണെന്ന് എനിക്ക് മറന്നുപോയി. കാരണം എനിക്കത് അറിയില്ല. കാരണം എനിക്ക് തിരുവനന്തപുരം ആ ഒരു ജംഗ്ഷനും പിന്നെ എനിക്കറിയുന്നത് തൃശ്ശൂർ ടു പാലക്കാട് വരെ അറിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലങ്ങളൊന്നും ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ആ ബോർഡിൽ നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ബോർഡ് കണ്ടപ്പോൾ ഇന്നത് സ്ഥലമൊന്നും മനസ്സിലായിരുന്നു. പക്ഷേ വോയിസ് കൊടുക്കുമ്പോൾ എനിക്കതൊക്കെ മറന്നുപോയി. ഇത് എവിടെയൊക്കെ നോക്കാം, അടിപൊളി കാഴ്ചയാണ്, നല്ല ഭംഗിയുണ്ട്. തിരുവനന്തപുരത്ത് നല്ലൊരു ഭംഗിയുള്ള കടൽ തീരവും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ നമുക്കതൊന്നും കാണാനുള്ളൊരു സമയവുമില്ല. നമ്മളിപ്പോൾ വന്നത് ഒരു അത്യാവശ്യ കാര്യത്തിനായതുകൊണ്ട് നമുക്ക് വീട്ടിൽ കുട്ടികളൊക്കെ തനിച്ചാണ്. അപ്പോൾ വീട്ടിലേക്കും പോകണം എന്നുള്ളൊരു തിരക്ക്. പിന്നെ ടൂറോ യാത്ര ചെയ്യാനോ അങ്ങനെയുള്ള യാതൊരു മൂഡിലൊന്നും അല്ല. നമ്മുടെ നാട്ടിലത്തേക്ക് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമുക്കതിനെ പറ്റിയൊരു മാനസികാവസ്ഥയിലൊന്നുമല്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് വന്നത്. അപ്പോൾ രാത്രി വരുമ്പോൾ ട്രെയിനിലായിരുന്നു വന്നത്. അപ്പോൾ ഉറങ്ങാനൊന്നും പറ്റിയില്ല. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ബുള്ളറ്റിലാണ് പോകുന്നത് പ്ലാനിട്ട് തിരിച്ചു പോകുമ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ പോകുന്നത് റെസ്റ്റ് ചെയ്ത് ചായയും വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇടയിലൊക്കെ നിർത്തിയിട്ട് പതുക്കെ തന്നെ പോകുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു ചാൻസിൽ മാത്രമേ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് ബൈക്കിൽ പോകുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. ഇതൊരു ജംഗ്ഷൻ കായംകുളം ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അറിയില്ല. ഈ ജംഗ്ഷൻ ഏതാണെന്ന് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. എനിക്ക് കായംകുളം ആണോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുള്ളൂ, മറന്നുപോയി. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയും പറയാനുള്ളൂ നിങ്ങളോട് എനിക്ക്. നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു അത്യാവശ്യ സ്പീഡിലൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം, നേരത്തെ പറഞ്ഞതുപോലെ ട്രാവലിങ്ങും കടലുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
എത്രത്തോളം കടലോരത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് എനിക്ക് അത്ര ഇഷ്ടമാണ്. അതെനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കടലിനോട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ തലേ ദിവസം ട്രെയിനിലാണ് വന്നത്, ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നൈറ്റ് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് പോവുള്ളൂ. ഇന്ന് തന്നെ പാലക്കാട് എത്തില്ല, കാരണം അത്രയ്ക്ക് ടയേർഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പറ്റിയവിടെ നിർത്തി സ്റ്റേ ചെയ്തിട്ടേ പോവുള്ളൂ. പിന്നെ ബുള്ളറ്റിലൊക്കെ ആകുമ്പോൾ ചെറിയൊരു പെയിനൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും യാത്ര ചെയ്യാൻ ഇഷ്ടം ഒല പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടം. ഞാൻ UAE പോയിട്ട് മെട്രോയിൽ ഇരുന്ന ആ ഒരു ഫീലാണ് എനിക്ക് നാട്ടിൽ ഒല സ്കൂട്ടറിൽ ഇരിക്കുമ്പോൾ. എനിക്ക് അത്ര ഇഷ്ടമാണ് ഒല സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ. യാതൊരു പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം. ഞങ്ങൾ പാലക്കാട് ടു ഊട്ടിയിലേക്ക്, അതേപോലെ പാലക്കാട് ടു കാലിക്കറ്റ്, അവിടേക്കൊക്കെ ഒലയിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു ക്ഷീണം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഈ ബുള്ളറ്റിൽ ഇരിക്കുമ്പോൾ ചെറുതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നൈറ്റ് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ സന്ധ്യയായി. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാണോ റൂം സെറ്റ് ആവുന്നത് അവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടേ പോവുള്ളൂ. പിന്നെ ഇവിടെ മഴയില്ല, അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല യാത്രയിൽ. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞതിൽ എനിക്ക് സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. അതായത് സ്ഥലപ്പേര് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് കണ്ടപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഇതൊക്കെ മനസ്സിലായി. പിന്നെ എനിക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏകദേശം തൊടുപുഴയാണോ എന്നും എനിക്കറിയില്ല. തൊടുപുഴയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് തടിക്കഷ്ണങ്ങളൊക്കെ വെച്ച് ഇതുപോലെ ഒരുപാട് ലോറികളൊക്കെ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് അർജുനെ കുറിച്ച് ചിന്തിച്ചു. അർജുനും ഇതുപോലെ തന്നെയാണല്ലോ പോയിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചു. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ റൂമെടുത്ത് സ്റ്റേ ചെയ്യേണ്ട സമയം, ഭയങ്കര ടയേർഡായി. ഇനി അടുത്ത് കാലത്ത് കാണാം. ഈ കാലത്തും നമ്മൾ യാത്രയിലാണ്. ഇത് അങ്കമാലി ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നിങ്ങൾ കമൻറ്റിലൂടെ എവിടെയാണെന്ന് അറിയിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലത്ത് എണീച്ച് നമ്മൾ ഫ്രഷായി, ചായ പോലും കുടിച്ചിട്ടില്ല. പിന്നെ ഇടയിൽ നിർത്തിയിട്ടാണ് ചായ കുടിച്ചത്. അപ്പോൾ ഇതേ നമ്മുടെ തൃശ്ശൂരെത്തി. തൃശ്ശൂർ കുതിരാൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ എനിക്ക് സ്ഥലപ്പേര് എനിക്കെല്ലാം അറിയും. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എനിക്കറിയാത്തത്. ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മുടെ വീടെത്താനായി. അപ്പോൾ വടക്കഞ്ചേരി അങ്ങനെയുള്ള ആ ഒരു ഭാഗത്തൊക്കെ എത്താനായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഇവിടെയും വെയിലൊക്കെ ഉണ്ട്. പക്ഷെ തൃശ്ശൂർ ജംഗ്ഷൻ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് മഴച്ചാറലുണ്ടായിരുന്നു. പിന്നെ ശേഷം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ മഴ ഉണ്ടായിരുന്നില്ല. ജംഗ്ഷൻ എത്തിയപ്പോൾ ആ കാലത്ത് ചെറിയൊരു മഴച്ചാറലേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അതിൻ്റെ മുന്നോട്ടൊന്നും മഴ ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. തൃശ്ശൂർ കുതിരാനൊക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ മലകളും കാടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ ഇതേ ഞങ്ങളുടെ നാടെത്തി. ഞങ്ങൾ നാടെത്തിയപ്പോൾ അവിടെ ഇതുപോലെ ചെറിയ മഴയുണ്ട്. ഞങ്ങൾക്ക് പോകുന്ന റോഡും ഇതുപോലെ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പുറവും ഇപ്പുറവും പുഴയൊക്കെ ആയിട്ട് പായലൊക്കെ വന്ന് റോഡിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടാണ് ഇപ്പോൾ പോകേണ്ടത്, പക്ഷെ ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല. റോഡൊക്കെ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ദേ ഇങ്ങനെയൊക്കെയാണ്. നല്ല മഴയായതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ടൗണിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. വെള്ളം കയറിയിട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ റോട്ടിലാണ്.
ഒരുപാട് പായലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. റോഡ് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.